അങ്ങനെ കാലങ്ങൾക്കപ്പുറമുള്ള കാത്തിരിപ്പിൽ ചാത്തൻ തന്റെ സാരികയെ സ്വന്തമാക്കുന്നു. ചാത്തന്റെ കഥ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാം മുത്തശ്ശി. ആ പാവം അത്രയും ചെറുപ്പത്തിൽ എന്തോരം അനുഭവിച്ചു. ചാത്തന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എന്നെ കൂടി ചിന്തിക്കാൻ കഴിയുന്നില്ല. ചില കഥകൾ അങ്ങനെയാണ് കുട്ടി, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ നടക്കുക. അതെ അതെ. കഴിഞ്ഞില്ലേ മുത്തശ്ശിയുടെ മോളുടെ കഥ പറച്ചില്? മാളു, നിനക്ക് നാളെ കോളേജ് ഉള്ളതല്ലേ, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ അമ്മ. മുത്തശ്ശി, നാളെ എനിക്ക് ഏത് കഥയാ പറഞ്ഞുതരാൻ പോകുന്നേ? കുരുതിയ. അതെന്താ മുത്തശ്ശി? അതാണ് കോക്കാച്ചി. അമ്മേ, അച്ഛാ, മുത്തശ്ശി, ഞാൻ ഇറങ്ങുവാണേ. കഴിച്ചിട്ട് പോവും ആളു. വേണ്ടമ്മേ, അമ്പലത്തിൽ പോണം. പിന്നെ ഞാൻ നേരെ ക്യാൻറ്റീനിൽ പോയി കഴിച്ചോളാം. പൈസ ഉണ്ടോ നിന്റെ കയ്യില്? ഇല്ല അച്ഛാ. എന്നാ ഇത് പിടിക്ക്. താങ്ക് യു, ലവ് യു അച്ഛാ. മുത്തു, പോയിട്ട് വരാം. നന്നായിട്ട് പോയിരുന്ന് പഠിക്ക്. ആ മുത്തു, ബൈ. ഓ, നോക്കി കണ്ണ് കഴിപ്പിക്കണ്ട, കൊളക്കടവിലുണ്ട് പുള്ളി. ഓ ചിന്നു, നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതേടി മതി, പുള്ളി പോണേക്കാളും മുമ്പ് പോയി കാണാൻ നോക്ക്. സൂക്ഷിച്ച്, വെള്ളത്തിൽ മുങ്ങി ചാവല്ലേടാ. ഈ കുളത്തെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 20 വർഷം. 20 വർഷം. നീ എന്നെ പുച്ഛിച്ച് തള്ളരുത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് കുളിക്കടാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കുളിച്ചതാണ്. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കുളിക്കാൻ എനിക്ക് വയ്യ. നിനക്ക് വേണമെങ്കിൽ വേണ്ട, ഞാൻ കുളിക്കട്ടെ. ഇതാരും മാളുവോ? എന്താണ് ഇവിടെ? അവൾ അമ്പലത്തിൽ ബിരിയാണി തിന്നാൻ വന്നതാ. എന്തേ? ഓ, നാണം കൊടുത്തണത്തേണ്ടി. പിന്നെ നീ അല്ലാണ്ട് ഈ പൊട്ടത്തരം ചോദിക്കോ? അവൾ അമ്പലത്തിൽ തൊഴാൻ വന്നതായിരിക്കില്ലടാ പൊട്ട. അത് പെട്ടെന്നുള്ള ഒരു ഇതില് ഞാൻ ചോദിച്ചു പോയതാ. സോറി. മാളു, പോണില്ലേ നീ? ഞാൻ ആമ്പല പൊട്ടിക്കാൻ വന്നതാ. എന്നാ പൊട്ടിച്ചിട്ട് പോ. ശരി. വേണ്ട, നീ അവിടെ നിക്ക്, ഞാൻ പൊട്ടിച്ചു തരാം. ഡ്രസ്സ് നനയിക്കണ്ട. ശരി ദേവേട്ടാ. അല്ല, ഈ അമ്പലം എന്തിനാ? ചാത്തങ്കാവിൽ വെക്കാനാ. ഓ, നീ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പിന്നല്ലാതെ. എനിക്കിതിനോടൊന്നും വിശ്വാസമില്ല. അവനൊരു നിരീശ്വരവാദിയാണ് കുട്ടി. അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നമ്മളെ പോലുള്ള ഭക്തന്മാരില്ലേ, അവരോടൊക്കെ സംസാരിച്ചോളൂ. ഓ, ഈ ഭക്തരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. രാവിലെ തന്നെ എല്ലാവരെയും നോക്കാണല്ലോ നാദാ. മാളു, ലേറ്റ് ആയി, ക്ലാസ്സിൽ പോണ്ടേ? ദാ വരുന്നു. ആരത്? ചിന്നു? പോടകോഴി. എനിക്കിനി ഇവിടെ കുളിക്കണ്ട, ഞാൻ വീട്ടിൽ പോണടാ. ഒന്ന് പോടവേ, റെഡി ആയിട്ട് വാ, നമുക്ക് കോളേജിൽ പോകണ്ടേ. ഇനി അവിടെ പോയിട്ട് കുറച്ച് ഉക്ക് വാങ്ങിക്കണം. ഇന്നലെ ആ സാറ് തന്ന ഹോംവർക്ക് നീ ചെയ്തോ? അയ്യോ, ഞാൻ മറന്നു. വേഗം നോക്കി ചെയ്യാൻ നോക്ക് പെണ്ണെ. താങ്ക് യു. ശ്രദ്ധിക്കുക, ഫിലിം ക്ലബിൽ ജോയിൻ ചെയ്ത കുട്ടികൾ കൃത്യം 10:30 ഓഡിറ്റോറിയത്തിൽ വരേണ്ടതാണ്. നീ ഇല്ലതില്? ഉണ്ട്. അപ്പൊ മറക്കാണ്ട് 10:30 ചെല്ലാൻ നോക്ക്. നിന്റെ ദേവേട്ടനുണ്ടാവും അവിടെ. അതുകൊണ്ടാണല്ലോ ഞാൻ ഫിലിം ക്ലബിൽ ജോയിൻ ചെയ്തത്. അതെ.
ലിസൺ സ്റ്റുഡൻസ്, നമ്മളൊരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. സീനിയേഴ്സിനെ ജൂനിയേഴ്സിനെ കൊളാബ് ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. നിങ്ങളുടെ ഈ ഡോക്യുമെന്ററി ഓണ വെക്കേഷൻ കഴിഞ്ഞ് അഥവാ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെയൊക്കെ ടീം ലീഡർ ആയിട്ടുള്ള നിങ്ങളുടെ സീനിയർ ദേവദാദിന്റെ കയ്യിലായിരിക്കണം നിങ്ങളുടെ ഡോക്യുമെന്ററി കൊടുക്കേണ്ടത്. ഈച്ച് ആൻഡ് എവറി ഡോക്യുമെന്ററി ഡിഫറെന്റ് ആയിരിക്കണം. ആരും ആരുടെയിലും നോക്കി കോപ്പി അടിക്കാൻ പാടുള്ളതല്ല. ആൻഡ് ഫൈനൽ ഡോക്യുമെന്ററിയുടെ തീം ഫോർഗോട്ടൺ തെയ്യം സ്പിരിറ്റ്സ് ഓഫ് കണ്ണൂർ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മറന്നുപോയ കുറച്ച് തെയ്യം കലാരൂപങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്പിരിറ്റുകളും ഉണ്ട്. അവയെക്കുറിച്ച് നമ്മുടെ കണ്ണൂരിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. എനി ഡൗട്ട്സ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് ക്ലിയർ ചെയ്യാം. എടുക്കുന്ന തീംസ് ഡിഫറെന്റ് ആയിരിക്കണം. ഇപ്പോഴെ തന്നെ ഏതൊക്കെ തീമാണ് നിങ്ങൾ എടുക്കണേന്ന് എന്നോട് പറയണം. ആൻഡ് നിങ്ങളുടെ ടീമിനെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ഈ നമ്പറുകളിൽ വന്നെടുക്കുക. ആ നമ്പറുകളിൽ പേര് എഴുതിയിരിക്കുന്നവരായിരിക്കും ടീം. മാളു, എനിക്ക് നിന്നെയാ കിട്ടിയിരിക്കുന്നത്. ശരി ദേവേട്ടാ. എനിക്ക് സത്യം പറഞ്ഞ ഈ വക കാര്യങ്ങളെ കുറിച്ച് വല്ല അറിവൊന്നുമില്ല. മാളുവിന്റെ മനസ്സിൽ വല്ല തീമുണ്ടോ? നമുക്ക് ചാത്തൻ എടുക്കാം സാർ. ഞങ്ങൾ ചാത്തൻ തെയ്യം. അപ്പൊ ഫോർത്ത് തീം ചാത്തൻ തെയ്യം. നെക്സ്റ്റ്. ഷെടാ മാളു, അവരത് എടുത്തുള്ളൂ. ഇനി എന്ത് ചെയ്യും? സാർ കോക്കാച്ചി. ടീം നമ്പർ 2 കോക്കാച്ചി. മാളു, കോക്കാച്ചി തെയ്യാണോ? സത്യം പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. 10 ദിവസത്തെ വെക്കേഷന് ദേവേട്ടൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കോ? ഞാൻ ഇല്ല, ഗസ്റ്റ് ഹൗസിൽ നിന്നാ മതി. ഓക്കെ. കോക്കാച്ചിനെ കുറിച്ച് മുത്തച്ഛനോട് ചോദിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കഥ കേൾക്കാം. ഓക്കെ ഓക്കെ. നീ വന്ന എന്തായി ഫീലിംഗ് ക്ലബിൽ പോയിട്ട്? നീയേ ഓണം വെക്കേഷൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. എന്തേ? അതായത് ഈ ഫിലിം ക്ലബിന്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെന്ററി ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടീം വർക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് വേണ്ടേ ചെയ്യാൻ. ആയതിനാൽ ഞാൻ മാളുവിന്റെ വീട്ടിൽ നിന്നിട്ട് ചെയ്യാന്ന് കരുതുന്നേ. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നീ എന്റെ കൂടെ വരോ പ്ലീസ്? കാള വാല് പൊക്കുന്നത് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിനായിരിക്കും. പ്ലീസ് ടീ, നീ എന്റെ മുത്തല്ലേ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായിരിക്കും. ശരി, നീ ഇത് പറയുന്നത് കൊണ്ട് ചെയ്യാം. പക്ഷെ എനിക്ക് എന്ത് കൂലി കിട്ടും? കൂലിയോ? നിനക്കൊക്കെ എന്തിനാടി കൂലി? ഒന്നില്ലെങ്കിൽ എന്റെ കുടുംബക്കാരുടെ കൂടെ എൻജോയ് ചെയ്യേണ്ട 10 ദിവസം ഞാൻ നിനക്ക് വേണ്ടി തരുന്നില്ലേ, അപ്പൊ നീ കൂലി തരണം. തേണ്ടി അവസരം മുതലെടുത്തു. മന്തി വാങ്ങിച്ചു തരാം. സെറ്റ്, ഞാൻ ഇപ്പൊ വരാം. ബാഗ് പാക്ക് ചെയ്യട്ടെ. ഇന്നല്ലടാ വെക്കേഷൻ തുടങ്ങുമ്പോ. എന്നാ ഓക്കെ. മാളു. ദേവേട്ടാ. എനിക്ക് ഓക്കെയാണ്. വീട്ടിലെല്ലാവരോടും കാര്യം പറയൂട്ടോ. ശരി. പിന്നെ എന്റെ കൂടെ ഹരി ഉണ്ടാവും. അതൊക്കെയാണ്. ശരിയെങ്കിൽ ശരി. ചിന്നു ചിന്നു ചിന്നു. എന്താടി? എന്നോട് ദേവേട്ട വരാതെ പറഞ്ഞിട്ട് എനിക്ക് സന്തോഷായി. ഇനിയെങ്കിലും നിന്റെ ഇഷ്ടം പറയാൻ നോക്ക്. പറയണമെന്ന് തോന്നും, പക്ഷെ പറയാൻ നിൽക്കുമ്പോ കൈയും കാലും വിറയ്ക്കും. സ്വാഭാവികം, അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പിന് എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ധൈര്യം കൈ പിടിച്ച് ഡോക്യുമെന്ററിയുടെ അവസാനത്തെ ദിവസം പറയണം. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റൂല. പറ്റില്ലെങ്കിൽ വേണ്ട, വേറെ നല്ല പെൺപിള്ളേർ ആ ചേട്ടനെ കൊത്തിക്കൊണ്ടുപോകും. അതുവരെ നീ കാത്തിരുന്നോ? ചെന്നു ഇരുന്ന് ധൈര്യം സംഭരിക്കാൻ നോക്കു വേണേ. ഞാൻ ശ്രമിക്കാം. ശ്രമിക്കാണ്ടിരിക്കെ എന്തെങ്കിലും ചെയ്. ഞാനെന്നാ പോട്ടെ. ശരി, ബൈ. അമ്മ, അച്ഛ, മുത്തശ്ശി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മാളു പറയ്. അതിനിപ്പോ എന്താ, ഗസ്റ്റ് ഹൗസിലല്ലേ നിന്നോട്ടെ. അയ്യോ, എന്തേടി? ഈ 10 ദിവസം ഞാൻ വെറൈറ്റി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കണ്ടേ? ഞാൻ പോയി യൂട്യൂബ് കാണട്ടെ. അതങ്ങനൊരു സാധനം. എന്നാലേ ഞാൻ പോയ കേശവനോട് ആ തറവാടൊക്കെ നടിച്ചിടാൻ പറയാം. എന്റെ പൊന്നം, ഇപ്പൊ രാത്രിയാണ്. നേരം വെളുത്തിട്ട് പോരും ഇതൊക്കെ. വിളിച്ചു പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ മറക്കും. എന്നാ ഞാൻ പോട്ടെ. നിന്റെ അമ്മയും മുത്തശ്ശിയും കണക്കാ. ആരെങ്കിലും ഒരാളെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ പിന്നെ സ്വൈരം നമുക്കുണ്ടാവില്ല. അച്ഛൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വാങ്ങിക്കാനിരുന്നോ? അമ്മ ഓർഡർ ഇപ്പൊ തരും. എന്റെ പൈസ ഇപ്പൊ പോവും. അമ്മ, ദേ അവര് വന്നു. അപ്പുറത്ത് നിൽക്കുന്ന കുരുപ്പുണ്ടാവുന്ന നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് മാളു എന്നോട് ചിന്നു വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. കുട്ടിയോളെ കേറി വാ. എടി, ആ കരി എന്താ ദേവേട്ടന്റെ ഒപ്പം? കരിയോ? ഹരി. അത് ദേവേട്ടന്റെ കൂടെ ഒപ്പം നിക്കാൻ വന്നതാ. പുള്ളിക്ക് ബോറടിക്കില്ലേ? അതിന്റെ ട്രിപ്പ് വന്നതൊന്നും അല്ലല്ലോ. നിങ്ങക്ക് ഡോക്യുമെന്ററി ചെയ്യാനല്ലേ? അതിനെന്തിനാ വാല്? ഇതേ ചോദ്യം ഹരിയേട്ടൻ ചോദിച്ചു നീ എന്ത് പറയും?
അത് നീ എന്റെ വാലാണെങ്കിൽ ദേവേട്ടന്റെ വാല് ഹരിയേട്ടനാ. എന്തെങ്കിലും ആട്ടെ, ആ കോഴിയോട് എന്റെ മേത്ത് വന്ന് ചൊറിയരുതെന്ന് പറഞ്ഞേക്ക്. അയ്യോ, അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഹരിയേട്ടന്റെ സ്വഭാവം നിനക്ക് നല്ല പോലെ അറിയാലോ. ഓ അല്ല, നിനക്കെന്താ പുള്ളിയോട് ഇത്ര ദേഷ്യം? അങ്ങേരുടെ ഒടുക്കത്ത് കോഴിത്തരം തന്നെ. അതിന് പുള്ളി നിന്റെ അടുത്ത് വന്ന് കോഴിത്തരം കാണിക്കാറില്ലല്ലോ. വേറെ പെമ്പിളാരോട് കാണിക്കാറില്ലേ? അതിനിപ്പോ നിനക്കെന്താ? ഞാൻ സ്നേഹിക്കുന്ന ആള് എന്റെ അടുത്ത് കോഴിത്തരം കാണിച്ചാൽ മതി, വേറെ ആരോടത്തും കാണിക്കേണ്ട. എന്ത്? ഒന്നുമില്ല. എടി ഭീകരി, ഇതിന്റെ ഇടയിൽ കൂടെ. മാളു, എന്താ ദേവേട്ടാ? താനെന്താ ഇവിടെ ചെയ്യുന്നേ? അകത്തേക്ക് കയറുക, അമ്മ തന്നെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ദാ വരുന്നു. എന്താ? ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനോ ഉണ്ട കണ്ണു ഉരുട്ടി നോക്കുന്നത്? ഹൈ, ഇത് എന്റെ കണ്ണല്ലേ, എന്റെ കണ്ണോണ്ട് ഞാൻ പലതും നോക്കും. എന്നാ താൻ എന്നെ നോക്കാൻ നിൽക്കണ്ട. അതെന്റെ ഇഷ്ടമല്ലേ. ഓ, ഒന്ന് നിർത്തോ? അതെ, രണ്ടെണ്ണം നിർത്ത്. അച്ഛനമ്മയ്ക്ക് കേൾക്കും. മിണ്ടാണ്ടിരുന്ന് കഴിക്കി. നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാണ്ടിരിക്കാം. സെയിം ഹിയർ. പിള്ളേരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാനല്ലേ പോകുന്നത്? അതെ അച്ഛാ. അപ്പൊ ഞാൻ ഗസ്റ്റ് ഹൗസ് കാണിച്ചു തരാം. ഇവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ്. ആക്കിത്തരാം. നാളെ പിന്നെ നിങ്ങൾ രാവിലെ വന്നാൽ മതി ഭക്ഷണം കഴിക്കാൻ, കേട്ടോ? ശരി അച്ഛാ. അപ്പൊ കഥ നമ്മളിപ്പോ കേൾക്കും. കഥ ഇപ്പൊ എന്തായാലും നിങ്ങൾ നാളെ കേട്ടാ മതി. ഇന്നിപ്പോ റെസ്റ്റ് എടുക്ക്. ശരി അമ്മ. മാളു, നിങ്ങൾ വന്നോ? വാവാ, മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാ. മുത്തശ്ശി, എന്തോ? അപ്പോ പറഞ്ഞു തുടങ്ങല്ലേ കഥ? എന്ത് കഥ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് കൊക്കാച്ചിയുടെ കഥ പറഞ്ഞു തരാന്ന്? അത് പറയും മുത്തശ്ശി. ഈ ഒരൊറ്റ കഥയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അയ്യോ കുഞ്ഞെ, കൊക്കാച്ചിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എങ്കിലും മുത്തശ്ശി പറയും. കൊക്കാച്ചിയെ പണ്ട് ഒരു 15 വയസ്സുള്ള പയ്യനായിട്ടായിരുന്നു കണ്ടുവന്നിരുന്നത്. അവന് മാതാപിതാക്കളില്ലായിരുന്നു. അതിനാൽ തന്നെ മറ്റുള്ള മാതാപിതാക്കളെ അവന് വലിയ കാര്യമായിരുന്നു. അവരുടെ കേൾവിപ്പുറത്ത് അവനുണ്ടാവും. മക്കൾ തെറ്റു ചെയ്താൽ കൊക്കാച്ചിയോട് പറഞ്ഞ് അവരെ പേടിപ്പിക്കും. അങ്ങനെ അവൻ കുട്ടികളുടെ ഇടയിൽ ഒരു പേര് സ്വപ്നമായി മാറി. കുരുതീൻ എന്നും അവനെ വിളിച്ചു വന്നു. ഒരിക്കൽ കുരുതീന് ദാരുണമായ ഒരു മരണം സംഭവിച്ചു. അതെങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെങ്കിലും അവന്റെ ആത്മാവ് ആ നാട് വിട്ടു പോയില്ല. അവനെ സഹായത്തിന് വിളിക്കുന്നവർക്ക് കൂട്ടായി അവൻ കൂടെ ചേർന്നു. അനുസരണയില്ലാതെ വികൃതി കാണിച്ചു നടക്കുന്ന പിള്ളേരവൻ പേടിപ്പിച്ച് നേർവഴിക്കാക്കി. പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ ഭയമില്ലാതെയായി. കുട്ടികൾ അവയൊന്നും വിശ്വസിക്കാതെ വന്നു. ഒരു മാതാപിതാക്കളും ശാസിക്കുമ്പോൾ കൊക്കാച്ചിയുടെ പേര് പറഞ്ഞ് അവരുടെ കുട്ടികളെ ഭയപ്പെടുത്തിയില്ല. അതോടെ കൊക്കാച്ചി എല്ലാ കുട്ടികളുടെ മനസ്സിൽ നിന്നും മൺമറന്നുപോയി. അവനിപ്പോൾ ഒരു കോമാളി കഥാപാത്രം മാത്രമാണ്. ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കുന്ന കുട്ടികൾ, അച്ഛനമ്മയെ എതിർക്കുന്ന കുട്ടികൾ, ഈ കുട്ടികളൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥാപാത്രം മാത്രമായി മാറി കൊക്കാച്ചി. മാളു, ഇത് വെച്ച് നമ്മൾ എങ്ങനെ ഡോക്യുമെന്ററി ചെയ്യാനാ? ഇത് വളരെ കുറച്ച് ഇൻഫോർമേഷൻ മാത്രമല്ലേ ഉള്ളൂ. അതെ. അല്ല മുത്തശ്ശി, കൊക്കാച്ചിയുടെ ദേശം ഏതാ? ചാത്തൻകാവിലെ അതിനോട് ചേർന്നൊരു കാടുണ്ട്. അതിന്റെ ഉള്ളിലായിരുന്നു കൊക്കാച്ചി ജീവിച്ചിരുന്നത്. അതിനെ കാണാൻ പൂർണ്ണമായും ബാലൻ തന്നെയായിരുന്നു. അവൻ ജീവിച്ചിരുന്ന സമയത്ത്. മരണത്തിന് ശേഷം വന്നപ്പോൾ അവന്റെ രൂപം ഭയാനകമായിരുന്നു. കറുത്തിരുണ്ട ദേഹവും ചുവന്ന കണ്ണും നീളൻ മുടിയുമായിരുന്നു. വെറുതെ അല്ല പിള്ളേര് മേടിച്ചത്. മുത്തശ്ശിന് വേറെ വല്ല പ്രത്യേകതയുണ്ടോ? ഇനിയില്ല. താങ്ക് യു മുത്തശ്ശി. വാ മാളു, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരി ദേവേട്ടാ. എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഈ കുറച്ച് ഇൻഫോർമേഷൻ വെച്ച് നമുക്ക് ഡോക്യുമെന്ററി ചെയ്യാൻ കഴിയില്ലല്ലോ മാളു. ഇല്ല. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ അറിയണം. എങ്ങനെ? ചാത്തങ്കാവിന്റെ അടുത്തുള്ള കാടില്ലേ, അങ്ങോട്ട് നമ്മൾ പോകും. വേണ്ട. പേടിക്കാതെടാ. അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. എങ്കിലും വേണ്ട, നമുക്കത് വിടാം. അതെ ദേവേട്ടാ, നമുക്ക് സാറിനോട് പറഞ്ഞ് വേറെ തെയ്യം എടുക്കാം. പറ്റൂല മോളെ, ഞാൻ വെച്ച കാല് പുറകോട്ട് വെക്കാറില്ല. എനിക്കിതെല്ലാം കണ്ടുപിടിക്കണം. രാത്രി നമ്മൾ അങ്ങോട്ട് പോകും. അയ്യോ, ഞാനൊന്നുമില്ല. അതെ, ഞാനും ഇല്ല. നിങ്ങൾ എവിടെ ഇരുന്നോ, ഞാൻ പൊക്കോളാം. വേണ്ട ദേവേട്ടാ, ഞാനും വരാം. വേണ്ട, നീ ഇവിടെ ഇരുന്നാ മതി. അത് സാരില്ല, നമ്മൾ 4 പേരും പോകും. അതിനെന്തിനാടി ഞങ്ങളെയും കൂടി കുരുതിക്ക് കൊടുക്കണോ? ഒന്നില്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നമുക്കൊരാവശ്യം വരുമ്പോ എല്ലാരും കൂടെ നിൽക്കണ്ടേ? അതൊക്കെ ശരിയാണ്. എങ്കിലും എല്ലാരും വരണം, അത്രേ ഉള്ളൂ. ശരി.
എന്റെ മോനെ പേടിയാവണ്ടട്ടാ. പേടിക്കണ്ട, മുറുക്കെ പിടിച്ചോ. ആരെ? നീ നിന്നെ തന്നെ. പോടാ തിണ്ടി. അയ്യോ ലല്ലാല്. എന്ത് വവ്വാല്? സില്ലികൾ വവ്വാലിനെ കണ്ടിട്ട് പേടിക്കുന്നു. എടാ മ്യൂങ്ങ. എന്ത് മൂങ്ങ? അയ്യേ മൂങ്ങനെ കണ്ടിട്ട് പേടിക്കണം, പേടിത്തൂറാൻ. വേണ്ട നീ. രണ്ടെണ്ണോ നിർത്തോ, മിണ്ടാണ്ടിരിക്കേ. ദേ അങ്ങോട്ട് നോക്കിയേ. അപ്പോ ഇതായിരിക്കോ കോക്കാച്ചി? ആണ്, ആവണമല്ലോ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം. എടാ സൂക്ഷിച്ച കാടാണ്. ആടാ. സോ മിസ്റ്റർ കോക്കാച്ചി, നിങ്ങൾ എവിടെയാണോ ജീവിച്ചിരുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാ, എനിക്കൊന്ന് കാണണം. മതി മതി, വാ പോവാ പോവാ. അതെ വാ ദേവേട്ടാ. ഡാ നീ ഓക്കെ അല്ലേ? ആടാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദേവാ. ആരാത്? ആരാന്നോ? എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആരാന്ന് ചോദിക്കുന്നു? ഡാ ഒളിച്ചിരിക്കേണ്ട മുമ്പേ വാടാ. നീ ഏതവനാണെങ്കിലും എന്റെ കയ്യിന്ന് നീ വാങ്ങിച്ചിട്ടേ പോകൂ. ആഹാ, അത്രയും കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഡേ മുമ്പേ വരുന്നതാണ് നിനക്ക് നല്ലത്. ശരി ശരി, ഞാൻ മുമ്പേ വരാം. ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്ക്, അപ്പൊ എന്നെ കാണാം. ഡാ കളിക്കാതെ മുമ്പിൽ വരാനാ ഞാൻ പറഞ്ഞത്. അത് തന്നെയല്ലേ പറഞ്ഞത്, കണ്ണാടി മുമ്പിൽ പോയി നിന്നാൽ എന്നെ കാണാൻ സാധിക്കൂ. എവിടെടാ നീ? ദേ ഇതല്ലേ ഞാൻ. ഇതെന്താ ഇങ്ങനെ? എനിക്ക് പൂർണ്ണമായും ഒരു രൂപം സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഉള്ളത് നിന്റെ ശരീരത്തിലാ. നീ ആരാ? നീ എന്തിനാ എന്റെ ശരീരത്തിൽ കയറിയത്? കോക്കാച്ചി, നീ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ എനിക്ക് നിന്നൊന്ന് കാണണം. നീ യഥാർത്ഥത്തിൽ കോക്കാച്ചിയാണോ? അതേലോ. ഞാൻ വിശ്വസിക്കില്ല. നിന്നെ ഞാൻ ഇത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ അറിയാതെ വിളിച്ചതാ. പോ, തിരിച്ചു പോ. തിരിച്ചു പോവാനല്ലല്ലോ ഞാൻ വന്നത്. നീ എന്തേ പറയുന്നേ? ഇത്രയും കാലം ആ വലിയ വീട്ടിൽ ഞാൻ ബന്ധനസ്ഥനായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാൻ ഒരാളെങ്കിലും എന്നെ തേടി വന്ന് എന്റെ പേര് വിളിച്ചാൽ മതിയായിരുന്നു. അപ്പോഴല്ലേ നീ കയറി വന്ന് എന്റെ പേര് വിളിച്ചത്. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനായിരിക്കുകയാണ്. എനിക്കിനി എന്തും ചെയ്യാം. നിന്റെ ശരീരം കൊണ്ട് ഞാനിനി സന്തോഷിക്കട്ടെ. എന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനി മുതൽ ഞാനായിരിക്കും നിന്നെ നിയന്ത്രിക്കുന്നതും സംസാരിക്കാൻ പോകുന്നതും. നിനക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം കാണാൻ സാധിക്കും, പക്ഷെ പ്രതികരിക്കാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ നിന്റെ നിയന്ത്രണം മുഴുവനും ഞാൻ ഏറ്റെടുത്ത് നിന്റെ ഒരു പാവ പോലെ അടച്ചു വെക്കും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ ഒരു തെറ്റും ചെയ്തില്ല ദേവ. പിന്നെ എന്തിനിങ്ങനൊക്കെ? എനിക്കൊരു ശരീരം വേണം കുറച്ചു കാലത്തേക്ക്. അതിനുവേണ്ടി നിന്നെ ഞാൻ എടുക്കുകയാണ്. അതല്ല എന്തിനാ? കുറച്ച് പക വീട്ടാനുണ്ടെന്ന് കൂട്ടിക്കോ. വേണ്ട കോക്കാച്ചി, ചെയ്യരുത്. ക്ഷമിക്കണം എന്നോട്. ഇതല്ലാതെ വേറൊരു മാർഗം എന്റെ വഴിയിലില്ല. ദേവ എന്തൊരു കടപ്പാടാ. 12 മണി എനിക്ക് കൊറേ കാലങ്ങൾക്ക് ശേഷം സമാധാനായിട്ട് ഇതാ ഞാൻ ഉറങ്ങിയത്. റിയലി? നീ ഏതാ? എന്തുവാടാ നിനക്ക് ഭ്രാന്തായ? പറയടാ, നീ ഏതാ? നിന്റെ പേരെന്താ? നീ എവിടെന്നാ വരുന്നേ? ദേവ നിനക്ക് എന്നാ പറ്റി? എനിക്കെന്താ പറ്റിയേ? എനിക്കറിയില്ല. നിന്റെ പേരെന്താന്ന് പറഞ്ഞാ ഞാൻ പറയാം എനിക്ക് എന്താ പറ്റിയെന്ന്. എടാ ഹരിടാ, ശ്രീഹരി. ഈ ഹരിയും ദേവനും തമ്മിൽ എന്താ ബന്ധം? പോട ഭ്രാന്ത. ഞാനേ ഭക്ഷണം കഴിക്കാൻ പോണു. നീ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യും. ദേവ, അത് നിന്റെ കൂട്ടുകാരനാണോ? അതെ. പ്ലീസ് എന്റെ ശരീരത്തിൽ നിന്ന് പോ. എനിക്കൊന്ന് സമാധാനം താ. ഹൈ,
ദേവ, നിന്റെ ശരീരത്തിൽ ഞാൻ കയറിയിട്ട് ഒരു 2 ദിവസം പോലെ ആയില്ലല്ലോ, അപ്പോഴത്തേനും ഇറങ്ങിപ്പോനോ? എന്നെ കൊണ്ട് ഇപ്പോഴൊന്നും ഇറങ്ങിപ്പോവാൻ പറ്റില്ല. ദേവേട്ടാ, ആ അപ്സരസ്, ഹാ എന്ത് വേണം? ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? സമയം എത്രയായി? ആ, ഞാനിതാ വരുന്നു. അവളും നിന്റെ കൂട്ടുകാരത്തിയാണോ? അതെ. പക്ഷെ എനിക്ക് കണ്ടിട്ട് അവൾക്ക് നിന്നോട് പ്രണയമുള്ളതുപോലെയാ തോന്നുന്നത്. പ്രണയമോ? ഹാ, അവളുടെ കണ്ണുകൾ പറയുന്നുണ്ട് അവൾക്ക് നിന്നോടുള്ള വികാരം എന്താണെന്ന്. പ്രണയമാടാ, പ്രണയം. ഇല്ല, അവൾക്ക് എന്നോട് അങ്ങനെയൊന്നും തോന്നാൻ വഴിയില്ല. നീയൊരു വിഡ്ഢിയാണ്. ഞാനെന്നാ പോയി അവളെ പ്രണയിക്കട്ടെ. കൊക്കാച്ചി, വിഡ്ഢിത്തരം ഒന്നും കാണിക്കരുത്. ഞാൻ കാണിക്കും. നിനക്ക് വേണ്ടാത്തതിനെ ഞാൻ എടുക്കും. ചിക്കൻ ഇല്ലേ? എന്തുവാടാ വല്ലാതെ വീട്ടിൽ കയറി ചിക്കൻ ഇല്ലെന്ന് ചോദിക്കണം. മിണ്ടാണ്ടിരിക്കേ. എനിക്ക് വേണം, എനിക്ക് ചിക്കൻ വേണം. ഞാൻ കൊറേയായി കഴിച്ചിട്ട്. ദേവേട്ടന് എന്താ പറ്റിയത്? അറിയത്തില്ല ദേവേട്ടാ. ചിക്കൻ അച്ഛൻ വാങ്ങിച്ചിട്ടില്ല. വൈകുന്നേരത്തേക്ക് വാങ്ങിക്കാം. ഇപ്പൊ ഇത് കഴിക്കേ. നീ പറഞ്ഞത് കൊണ്ട് ഞാൻ കഴിക്കാം. ഡാ ഹരി, അവളുടെ പേരെന്താണ്? പോട മാങ്ങാത്തലയാ. മാങ്ങാത്തലയാന്നൊക്കെ പേരുണ്ടോ? എന്റെ പൊന്നു കൊക്കച്ചി, എന്റെ നാണം കെടുത്തരുത്. അത് മാളവിക മാളു, മറ്റേത് ചിത്തിര ചിന്നു. ഓക്കെ? ഹാ, ഇപ്പൊ മനസ്സിലായി. നീ ഒരാഴ്ചയായിട്ട് ഭക്ഷണമൊന്നും കണ്ടിട്ടില്ലേ? എന്തു കേറ്റുന്ന മതി നിർത്ത്. നൂറ്റാണ്ടുകളായി ഞാൻ ഭക്ഷണം കണ്ടിട്ട്. അപ്പൊ ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. നീ നിന്റെ കാര്യം നോക്കിയാ മതി. എടി, ദേവേട്ടന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കാതെയില്ല. എന്തോ പ്രശ്നമുണ്ട്. ദേവേട്ട, എന്താ നോക്കി നിൽക്കുന്നേ? നോക്കിയേ, ആകാശത്ത് വലിയ കിളി. എവിടെ? ദാ, വെളുത്ത കിളി. അത് വിമാനമല്ലേ? ആ കിളിയുടെ പേര് വിമാനമെന്നാണോ? ദേവേട്ടൻ എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? എനിക്കത് സംഭവിക്കാൻ പിന്നെന്താ ഈ പെരുമാറ്റത്തിലൊക്കെ ഇത്രയും മാറ്റം? എന്നുവെച്ചാൽ നീ എന്റെ പെരുമാറ്റം മാറുന്നത് നിത്യവും ശ്രദ്ധിക്കാറുണ്ടെന്നല്ല അർത്ഥം. അത് സത്യം പറമാളൂ, നിനക്ക് എന്നോട് പ്രണയമല്ലേ? പ്രണയോ? എന്റെ കണ്ണുകൾ എന്നോട് അങ്ങനെയാണല്ലോ പറയുന്നത്. ദേവേട്ട, പറഞ്ഞോളൂ. എനിക്കത് കേൾക്കാൻ സന്തോഷം മാത്രം. അത് പിന്നെ എത്ര നാളായി നിനക്ക് എന്നോട് ഈ വികാരം തോന്നിയിട്ട്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. എന്നിട്ട് എന്താ പറയാൻ ഇത്രയും താമസം? അത് ദേവേട്ടനെ കാണുമ്പോ എനിക്ക് കയ്യും കാലം വിറയ്ക്കും. ദേവേട്ട, ഇതിനുള്ള ഉത്തരം ഞാൻ 9 ദിവസം കഴിഞ്ഞിട്ട് തരാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ ഞാനതൊന്നും അറിഞ്ഞില്ല. കൂടുതൽ ഭംഗിയായി പറഞ്ഞ നീ അറിയാൻ ശ്രമിച്ചില്ല എന്നാണ്. ഇല്ല, അവളുടെ ഒരു നോട്ടത്തിലോ സംസാരത്തിലോ എനിക്ക് അതങ്ങനെ തോന്നിയില്ല. അതെങ്ങനെ തോന്നാനാ? നിനക്ക് അവളോട് പ്രണയം തോന്നിയിട്ടില്ല, അതുകൊണ്ട്. നിനക്ക് അവളെ വേണ്ടാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ എടുക്കുക. ഇല്ല, വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അവളെ എനിക്ക് നിനക്ക് തരാൻ സാധിക്കില്ല. കാരണം അവൾ എന്റെ പെണ്ണായതുകൊണ്ട്. ഇത് നിനക്ക് ഇപ്പൊ തോന്നിയ വികാരമല്ലേ? കുറച്ചു നാൾ കഴിഞ്ഞില്ലാതായാലോ? അതുകൊണ്ട് ഞാൻ അവളെ എടുക്കും. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ഈ ശരീരം എന്റേതാണ്. ദേവേട്ട, ആ ഡോക്യുമെന്റ് ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ ഡോക്യുമെന്റോ? അതെന്താ? ദേവേട്ട, കോക്കാച്ചിനെ കുറിച്ച് നമ്മൾ എഴുതിയ കഥ ഇനി അത് എന്ത് ചെയ്യുന്നു? കഥ എഴുതിയോ? നോക്കട്ടെ. എന്നാ ഇതൊന്നും സത്യമല്ലല്ലോ. ദേവേട്ടൻ എന്താ പറയുന്നേ?
അയ്യോ മാളു, ഇത് കോക്കാച്ചിയുടെ കഥയേ അല്ല. എടാ പൊട്ട, അത് നിനക്കെങ്ങനെ അറിയാം? ഇതെന്നേക്കാൾ നന്നായി വേറെ ആർക്കും അറിയില്ല, അതുകൊണ്ട്. അപ്പൊ ഇത്ര നാളും കോക്കച്ചിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞിട്ട്? അത് ഞാൻ അഭിനയിച്ചതല്ലേ. നിങ്ങൾക്ക് കോക്കാച്ചിയുടെ ശരിക്കുള്ള കഥ അറിയൂ എന്നറിയാൻ. എന്തുവാടെ പ്രാന്താ? ചക്ക, എനിക്ക് നിന്നെ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. ഓ, രണ്ടാണൊന്ന് തല്ലുപിടിക്കാണ്ടിരിക്കെ. എന്നിട്ട് ദേവേട്ടൻ പറ, എന്താ യഥാർത്ഥ കോക്കാച്ചിയുടെ കഥ? ആ, അത് കുട്ടികൾ 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 എനിക്ക് പേടിയാ. ദേവേട്ട എന്താ? കുട്ടികൾ എനിക്ക് പേടിയാ. അവരോട് പോവാൻ പറ. ഡാ, നിങ്ങൾ പിന്നെ വാ. എന്തേ ചേച്ചി? കുറച്ച് പണിയുണ്ട്, അതാ. ശരി ചേച്ചി. സത്യം പറ, നിങ്ങൾ ആരാ? ഞാൻ ദേവനാഥ്. ദേവൻ അല്ല, എന്റെ ദേവേട്ടൻ ഇതല്ല. എവിടെ എന്റെ ദേവേട്ടൻ? ഞാൻ തന്നെയാണ് നിന്റെ ദേവൻ. അല്ല, നിങ്ങൾ എന്റെ ദേവേട്ടനാണെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറില്ല. കാരണം എന്റെ ദേവേട്ടന് കുട്ടികളെന്ന് പറഞ്ഞ ജീവനാ. നീ എന്താ മാളു പറയുന്നത്? ഇത് നമ്മുടെ ദേവേട്ടനല്ല ഹരിയേട്ടാ. ദേവേട്ടന്റെ ദേഹത്ത് ആരോ കേറിയിരിക്കുകയാണ്. എടേ, നീ എന്തേ പറയുന്നേ? ഇത്രയും കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലേ? ഇത് ദേവേട്ടനല്ല. അല്ല, ഞാൻ ദേവനല്ല. പിന്നെ നീ ആരാണ്? കുരുതിയൻ. നീയൊക്കെ പറയുന്ന കോക്കാച്ചി. നീ എന്തിനെന്റെ ദേവേട്ടന്റെ ദേഹത്ത്? അവനായിട്ട് എന്നെ അവന്റെ ദേഹത്ത് വിളിച്ചു കയറ്റിയത്. അവന്റെ ദേഹത്ത് തന്നെ ഞാൻ പോണെങ്കിൽ അതെനിക്ക് തോന്നണം. എന്തിനാ നീ അത് ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടാനുണ്ട്, അതുകൊണ്ട്. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അതുവരെ എനിക്ക് സമയം വേണം. എനിക്ക് സന്തോഷിക്കണം, സ്നേഹിക്കപ്പെടണം, എന്താണ് ജീവിതമെന്ന് അറിയണം. മാളു, എന്തുവാടി ഇതൊക്കെ? എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മ കരുതി വെച്ചിരിക്കുന്നത് പോലെയുള്ള കഥയല്ല കോക്കാച്ചിയുടേത്. അതെ, തീർച്ചയായും. അപ്പിനെ എങ്ങനെ നമ്മുടെ ദേവനെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പക്ഷെ അത് മന്ത്രതന്ത്ര വിദ്യകൾ കൊണ്ടൊന്നും കാര്യമില്ല. അതിന് കോക്കാച്ചി തന്നെ തന്റെ സത്യങ്ങൾ തുറന്നു പറയാൻ ഒരുങ്ങണം. അപ്പോഴെന്തെങ്കിലും നടക്കും. അപ്പിന് എന്താ ചെയ്യാൻ പോന്നെ? ദേവേട്ടന്റെ ജീവിതം ഇപ്പൊ അപകടത്തിലാണോ? എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ കോക്കാച്ചി എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ദേവേട്ടന്റെ ജീവിതമായിരിക്കും നഷ്ടപ്പെടാം. ശരി, നീ പറയുന്നത് പോലെ. ദേവേട്ടാ, ഹരിയേട്ടാ, ദേവേട്ടൻ എന്തേ? അവൻ റൂമിലില്ലേ? ഇല്ല. പിന്നെ അവൻ എവിടെ പോയി? അറിയില്ല. എന്നാ വാ, നമുക്ക് അന്വേഷിക്കാം. ദേവേട്ടാ. എന്തേ മാളു? അമ്മ ദേവേട്ടനെ കണ്ടോ? ആ, കുറച്ചു നേരം മുമ്പ് അവൻ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. പുറത്തോട്ടോ? ആ, ഹരിയേട്ടാ. വാ, നമുക്ക് അന്വേഷിക്കാം. ഇതെന്ത് വസ്തുവാണ്? ഇതിനുള്ളിലൊക്കെ ആളുകളുണ്ടല്ലോ. ഇതിനെല്ലാം വാഹനം എന്ന് പറയും. ഇതിടിച്ചാൽ ചത്തുപോകും. ഇതുകൊണ്ടൊന്നും ഞാൻ ചത്തുപോയില്ല, പക്ഷെ ഞാൻ ചാവും. നിനക്കെന്റെ ശക്തികളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓ കോക്കാച്ചി, സൂക്ഷിച്ച് വണ്ടി എടുക്കും. നാറി, നിനക്ക് എന്റെ വണ്ടി കിട്ടുള്ളൂ ചാവാനായിട്ട്. അവിടെ ഇഷ്ടമാതിരി പുഴ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്, അവിടെ പോയി നിന്നാ മതി. വെറുതെ എനിക്കിട്ട് പണി ഉണ്ടാക്കാൻ നിൽക്കരുത്. മാറുടെ റോട്ടീന്ന്. കോക്കാച്ച, കറുത്ത പാതയിൽ നിന്ന് മാറ്. ഇവിടെ നിന്ന് ഞാൻ എന്തിനു മാറണം? അവർക്ക് ആ വഴി പൊക്കൂടെ? ഇത് അവർക്ക് സഞ്ചരിക്കാനുള്ള പാതയാണ്, നമുക്ക് സഞ്ചരിക്കാനാണ് അപ്പുറം ഭാഗം. പറ്റില്ല, ഞാൻ മാറില്ല. അവർ വേണമെങ്കിൽ അപ്പുറത്ത് കൂടെ പോട്ടെ. ഇവനിത് എന്ത് മാങ്ങാത്തോല് നോക്കി നിൽക്ക. മാറി നിൽക്കണ, വണ്ടി എടുക്കട്ടെ. നീ വണ്ടി എടുക്ക്, ഞാനൊന്ന് കാണട്ടെ. ഏതോ പ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി വന്നതാണെന്ന് തോന്നുന്നേ. നീ അപ്പുറത്ത് കൂടെ വണ്ടി എടുക്കടാ. ആ അച്ഛാ. ഈശ്വര, ദേ നടുറോട്ടിൽ പോയി നിക്കണ്. ഇവൻ കാരണം നമ്മൾ പോലീസ് സ്റ്റേഷൻ കയറിട്ട് വരും ഇങ്ങനെ പോയാ. എന്റെ പൊന്ന് ഹരിയേട്ട, നിങ്ങൾ ഇവിടെ നിന്ന് പറയാണ്ട് ദേവേട്ടനെ പോയി രക്ഷിക്കേ. എന്താ വിളിച്ചേ? ഒന്നോട് വിളിച്ചേ. ഒന്ന് പോടോ കോഴി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു?
വാ വാ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇല്ല, ഞാൻ മാറൂല. എന്നെ എതിർത്ത് പോകാൻ നിന്നവരല്ലേ, എന്റെ അപ്പുറത്ത് കൂടെ പോട്ടെ അവര്. ഓ, ഇങ്ങനൊന്നും പറയില്ല കോക്കാച്ചി മോനെ. വേം വാ, നമുക്ക് അപ്പുറത്തിട്ട് പോയിട്ട് ബാക്കി സംസാരിക്കാം. നിന്നെ പോലൊരു മാനസിക രോഗമുള്ളവനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അയ്യന്റെ മോനെ, ആരാണ് ഈ പറയണത്? മാളു, നിന്നെ കൊണ്ട് പറ്റൂ. അവരുണ്ടായി അവിടെ തല്ലുണ്ടാക്കി നിൽക്കുള്ളൂ. ആ, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. കോക്കാച്ചി ഉം, പ്ലീസ് വാ, ഇവിടെ നിൽക്കല്ലേ. നീ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വരാം. ഓ, എന്തൊരനുസരണ. റോട്ട് ഇത് മാറടോ. ആ, മാറി മാറി. മാളു, നീ എന്ത് ആലോചിച്ചിരിക്കുന്നേ? നിങ്ങളെല്ലാരും കോക്കാച്ചിയുടെ പെരുമാറ്റ രീതി ശ്രദ്ധിച്ചോ? എന്റെ പെരുമാറ്റ രീതി? പുതിയതായി ഏതോ ലോകത്ത് എത്തിപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെയാണ് കോക്കാച്ചി ഇപ്പോ. നീ പറഞ്ഞു വരുന്നത്? ഇവിടെയുള്ളതെല്ലാം അവന് പുതുമയുള്ളതാണ്. അവനുണ്ടായിരുന്ന കാലത്തെ കാലഘട്ടമല്ല ഇപ്പൊ അവനുള്ള കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അവന് ഒരുപാട് സമയം വേണ്ടി വരും. പുതിയ ലോകവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കോക്കാച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവനെല്ലാം നമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഈ ലോകത്തെ പറ്റിയും ഈ ലോകത്തിലെ മാറ്റങ്ങളെ പറ്റിയും. അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണുള്ളത്? കോക്കാച്ചി എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അവന് സ്നേഹിക്കപ്പെടണം, സന്തോഷം എന്താണെന്നറിയണം എന്നൊക്കെ. ഉണ്ട്. ഒരുപക്ഷെ അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്ക് ദേവേട്ടനെ തിരിച്ചു കിട്ടിയാലോ? ആ, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അവൻ എങ്ങനെ സന്തോഷിപ്പിക്കും? ജനിച്ചു വീണ ഒരു കുഞ്ഞിന് ഒരു പേന കൊടുത്താൽ മതിയില്ലേ അതിന്റെ കരച്ചിൽ മാറ്റാൻ? അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി കോക്കാച്ചിയെ സന്തോഷിപ്പിക്കാൻ. ഓ, ഇപ്പൊ കിട്ടി. അപ്പൊ ഈ മിഷൻ നമ്മൾ ഒരുമിച്ച് മുന്നേറുകയല്ലേ? യെസ്. യോ കോക്സി. എന്ത്? യോ കോക്കാച്ചി, നീ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? കാർ അതെന്താണ്? കാൽനടയായി പോകാൻ താല്പര്യമില്ലാത്തവർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. ശരിക്കും? വരുന്നോ എന്റെ കൂടെ? ആ, ഞാൻ വരാം. കാക്കാച്ചിക്കുട്ട, മന്തി എടുക്കട്ടെ? മന്തി? ചിക്കൻ ഇട്ടൊരു ഭക്ഷണ വിഭവമാണ്, കഴിച്ചു നോക്ക്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് നിത്യവും കഴിക്കാൻ തരണം. ഈശ്വരന്റെ പൈസ. കോക്കാച്ചിക്ക് പറക്കാൻ ഇഷ്ടാണോ? പിന്നല്ലാതെ. എന്നാൽ വാ, നമുക്ക് പറക്കാം. நிஜமானான் செஞ்ச பாவம் முழுசாவும் மேல விதைச்ச பாசம் நிழலோ பின்னால காணும் அது கோவம் மாடி புதுசா கோவம் பால எங்க தேரல பாயாசம் கேக்குதா காத்த எங்க வீசல காத்தாடி கேக்குதா உமேலே குத்தமில்ல நீ ஒன்னும் நானும் இல்ல தேன்மொழி பூங்கொடி வாடி போச்சு என் செடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீ. നിങ്ങളെന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. സുഹൃത്ത് ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. സഹോദര സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. എന്തിന്, മാതാപിതാക്കളുടെ സ്നേഹം എന്താണെന്ന് കൂടി നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. മനഃപൂർവ്വമല്ല നിങ്ങളുടെ ദേവന്റെ മേത്ത് ഞാൻ കയറിയത്. എനിക്ക് ചെയ്തു തീർക്കാൻ എന്റെ പക ബാക്കിയുണ്ടായിരുന്നു. എന്ത് പക? എന്ത് പകയെ കുറിച്ച് ഈ പറയുന്നത്? ഞങ്ങൾ നിന്നെ മനസ്സിലാക്കുന്നു. നിനക്ക് ഞങ്ങളോട് എന്തും തുറന്നു പറയാം. ഒരു സഹോദരിയായി കണ്ട്, സഹോദരനായി കണ്ട്
പറയാം. എന്റെ ജീവിതത്തെ ഞാൻ ഇപ്പോഴും വെറുപ്പോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. മറ്റുള്ളവർ സ്നേഹിക്കപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയ തോന്നിയിട്ടുണ്ട്. എന്റെ ജീവിതത്തെ ഞാൻ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. മരണം എന്ന 3 അക്ഷരത്തെ പോലും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇത്രമാത്രം ജീവിതത്തെ വെറുക്കാനുണ്ടായ കാരണം സ്വന്തം മാതാപിതാക്കൾ തന്നെ. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആദ്യ പുത്രനായിരുന്നു ഞാൻ. രണ്ടാമതൊരു സഹോദരനുമുണ്ട്. എന്നാൽ എന്റെ ജനനം അവരെല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. എന്റെ ശരീരത്തിന്റെ നിറം 7 അഴകായിരുന്നു. നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കറുപ്പ്. എന്റെ നിറം കരിക്കട്ടയ്ക്ക് തുല്യമായിരുന്നു. നാടുവാഴിയായിരുന്നു എന്റെ അച്ഛനും അമ്മയ്ക്കും ഇത്രയും നിറം കുറഞ്ഞ മകനുണ്ടായത് ഒരുപാട് പേര് അവരെ മോശം പറഞ്ഞു. അച്ഛനില്ലാത്ത നേരം നോക്കി ഈഴവ ജാതിയിൽപ്പെട്ട മറ്റാരുമായി സമ്പർക്കം പുലർത്തിയിരുന്ന അമ്മയ്ക്കുണ്ടായ പുത്രനാണ് ഞാനെന്ന് എല്ലാവരും പറഞ്ഞു. അത് അച്ഛന്റെ അമ്മയുടെയും ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. സമയം കളയാതെ എനിക്കൊരു വയസ്സാവും മുമ്പേ അവർക്ക് രണ്ടാമതൊരു പുത്രനും ജനിച്ചു. അതിലവർ സന്തോഷിച്ചു. കാരണം അവൻ എന്നെ പോലെ അല്ലായിരുന്നു. നല്ല ഗോതമ്പിന്റെ നിറമായിരുന്നു അവന്. പക്ഷെ ഞങ്ങൾ വ്യത്യസ്തരായിരുന്നു. അവന് നിറം മാത്രമേ കിട്ടിയുള്ളൂ. സ്വഭാവം അവന്റെ അച്ഛൻ്റെതായിരുന്നു. ഞാൻ എന്റെ മുത്തശ്ശന്റെ പോലെയും. വീട്ടിൽ നിത്യവും എന്റെ നിറത്തെ ചൊല്ലി അവർ തർക്കമുണ്ടാക്കിയിരുന്നു. എന്നെ കുറ്റം പറഞ്ഞിരുന്നു. എന്നെ വേദനിപ്പിച്ചിരുന്നു. എനിക്ക് കിട്ടേണ്ട സ്നേഹമല്ല എന്റെ അനിയനായിരുന്നു കിട്ടിയിരുന്നത്. എനിക്ക് വേണ്ടി ചോദിക്കാനോ പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അമ്മ എന്ത് വേണം? അമ്മ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. എനിക്കെന്തിനും കഴിക്കാൻ തരൂ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഇല്ല, എനിക്ക് നിനക്കത് തരാൻ സാധിക്കില്ല. കാരണം എന്താണമ്മേ? നീ ഞങ്ങളെ തൊട്ടാൽ അയിത്തമാണെന്ന് നിനക്ക് നല്ലോണം അറിയുന്നതല്ലേ? എന്നിട്ട് നീ നിന്റെ പിതാവിനെ തൊട്ടു. ഇനിയും നീ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നിന്റെ അച്ഛൻ തന്ന ശിക്ഷയാണത്. നിന്റെ അച്ഛൻ നിനക്ക് എപ്പോൾ ഭക്ഷണം തരാൻ പറയുന്നുവോ അപ്പോൾ ഞാൻ നിനക്ക് ഭക്ഷണം തരും. ഞാൻ തൊട്ടതുകൊണ്ട് എന്താണമ്മേ തെറ്റ്? ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെയല്ലേ വന്നത്? അതാണ് ഞാൻ ഈ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് ജന്മം തന്നതോ? ഹാ, അതെ. കുഞ്ഞെ, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല. അല്ല, ഇവൻ ആ നാടുവാഴിയുടെ മകനല്ലേ? നീ നാടുവാഴി തമ്പ്രാന്റെ മകനാണോ? അതെ. അച്ഛാ നോക്കൂ അച്ഛാ, നമ്മളെപ്പോലുള്ള കീഴ്ജാതിക്കാരെ അകറ്റി നിർത്തിയതിന് അയാൾക്ക് കിട്ടിയ ശിക്ഷയാണിത്. സ്വന്തം മകൻ തന്നെ ഇതേ നിറത്തിൽ ജന്മമെടുത്തില്ലേ? എന്റെ അച്ഛൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം. നിങ്ങളെയെല്ലാം ഈ ക്രൂരതയിൽ നിന്ന് എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കതിനാവില്ല. അതെങ്ങനാവന? നീ നിന്റെ അച്ഛന്റെ ചൊൽപ്പടിക്കല്ലേ നിൽക്കൂ. നിന്റെ ഒരു വാക്ക് മതി ഞങ്ങളെയെല്ലാം രക്ഷപ്പെടുത്താൻ. പക്ഷെ നീ അത് ചെയ്യുന്നില്ല. ഒരു പക്ഷെ നിന്നോട് എതിർത്തതിനും നിന്നോട് സംസാരിച്ചതിനും എനിക്ക് ശിക്ഷ കിട്ടിയേക്കാം. പക്ഷെ ഞങ്ങളുടെ മനസ്സിലുള്ള വേദന പറയാതിരിക്കാൻ സാധിക്കില്ല. നീ ഒരു ബാലനായതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് നിനക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഒരിക്കലെങ്കിലും നിന്റെ അച്ഛനോട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കൂ. എന്റെ വാക്കിന് വിലയില്ലാത്ത ആ വീട്ടിൽ ഞാൻ എന്ത് സംസാരിക്കാനാണ്? നീ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ കരുതുന്നത് പോലെ എല്ലാ നാടുവാഴിയുടെ മക്കൾക്കും ഒരേ ജീവിതമല്ല കിട്ടുക. സുഖവും സൗകര്യവും ആ കൊട്ടാരത്തിലുണ്ടായിട്ടും മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെയല്ലേ ഞാനെന്ന മനുഷ്യൻ തോക്കുന്നത്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും നിങ്ങളെല്ലാം ചിരിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ കുടുംബവുമായി ഒത്തുചേർന്നിരിക്കുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. മകനെ, നീ എന്താണ് ഈ പറയുന്നത്? എന്നെ ഒരു ചേട്ടയായിട്ടാണ് എൻ്റെ മാതാപിതാക്കൾ നോക്കിക്കണ്ടിരുന്നത്. എൻ്റെ നിറത്തെ ചൊല്ലി അവരെന്നെ അപമാനിച്ചു. ഞാൻ തൊട്ടാൽ അവിടെ അയിത്തമാണ്. എന്നെ മറ്റൊരു മുറിയിലിട്ട് വീടും ചുറ്റുപാടും ശരീരവും അവർ ശുദ്ധിയാക്കും. പിന്നീട് പട്ടിണിക്കിടും. വിശന്ന് മരിക്കാൻ നേരത്തൊരു തുള്ളി വെള്ളം തരും. അയാൾ എന്ത് ക്രൂരനാണ്! സ്വന്തം മകനെ നിറത്തിന്റെ പേരും പറഞ്ഞ് അയാൾ ഇത്രയും വെറുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് എത്ര ക്രൂരനായിരിക്കും. കുഞ്ഞെ, നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, 4 ദിവസമായിട്ട് ഞാൻ പട്ടിണിയാ. ഇവിടെ വല്ല പഴവർഗ്ഗങ്ങൾ കിട്ടുമോ എന്നറിയാൻ വന്നതാ. വരൂ, ഞങ്ങളുടെ കൂടെ വന്നാലും എന്തെങ്കിലും കഴിച്ചിട്ട് മടങ്ങാം. വേണ്ട, അച്ഛൻ അറിഞ്ഞാൽ അത് നിങ്ങൾക്കെല്ലാം ദോഷമാകും. ഇല്ല, ഞങ്ങളെപ്പോലുള്ള ഒരു വീട്ടിൽ അയാൾ കയറില്ല. നീ ഇവിടെ ഉണ്ടെന്ന് അവരറിയുകയുമില്ല. അതെ, വന്നാലും. അച്ഛാ, ചേട്ടാ, നിങ്ങൾ എന്താ ഇത്രയും വൈകിയത്? ഞാൻ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു. സാധനങ്ങളൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേനും കൊണ്ടുവന്നാലല്ലേ വേഗം എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കൂ. ദേവകി, ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ കിടന്ന് പുലമ്പാതിരിക്കൂ. ആര് വീട്ടിൽ വന്നു? ദാ, ഇവ
ഇവൻ ആരാണ്? എല്ലാം പറയാം, നീ ഭക്ഷണം പോയി ഉണ്ടാക്കൂ. കേറിയിരുന്നാലും. ഇന്നാ ഇത് കഴിച്ചാലും. നോക്കിയിരിക്കാതെ കഴിക്കൂ. 4 ദിവസമായാലും എന്തേലും കഴിച്ചിട്ട്. അവരെല്ലാം പറഞ്ഞു? എല്ലാം പറഞ്ഞു. കറുപ്പിന് എന്തിനു ഇത്രയും വെറുക്കുന്നത്? കറുപ്പ് നിറം 7 അഴകല്ലേ? 7 അഴകോ? ആ, മനസ്സിലായില്ല. 7 നിറങ്ങൾ എടുത്ത് അവ കൂട്ടി യോജിപ്പിച്ച് നോക്ക്. അതിനുത്തരം കറുപ്പാണെങ്കിൽ ആ നിറത്തിൽ 7 നിറമുണ്ടെന്നാണ്. ആലോചിച്ചിരിക്കാതെ കഴിച്ചാലും. അതെ, ഞാനൊരു രഹസ്യം പറയട്ടെ? രഹസ്യമോ? എന്താ? ഇനി നിന്നെ നിന്റെ മാതാപിതാക്കൾ പട്ടിണി കിട്ടാൽ ദാ ആ കാണുന്ന കുളക്കടവിലേക്ക് വന്നാൽ മതി. സന്ധ്യയാവുമ്പോഴേക്കും ഞാൻ നിനക്ക് ഭക്ഷണവുമായി വരാം. അയ്യോ, അത് വേണ്ട. ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. ആട്ടെ, നിങ്ങളുടെ പേരെന്താണ്? ഞാൻ കുരുതിയൻ. ഞാൻ ദേവകി. ഞാൻ കുരുതി എന്ന് വിളിക്കില്ല, പകരം കോക്കാച്ചി എന്ന് വിളിക്കട്ടെ? അതെന്താ? ഞാൻ നിനക്ക് ചെല്ലപ്പേരിട്ടതാണ്. ഇനി അഥവാ ആരെങ്കിലും നമ്മളെ കണ്ടാൽ നിന്നെ അങ്ങനെ വിളിക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ നിന്നെ കണ്ടുപിടിച്ചാലോ? അത് ശരിയാ. മകനെ, തിരിച്ചു മടങ്ങാൻ നോക്കൂ, സന്ധ്യയായി. ഈ ചെയ്തു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്നറിയാം. എങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞ്. നിന്റെ വിശപ്പടങ്ങിയില്ലേ? ആ, തീർച്ചയായും. അത് കേട്ടാൽ മതി. ഞാനെന്നാൽ മടങ്ങുകയാണ്. പിന്നെ നന്ദി. അതിന്റെ ആവശ്യമൊന്നുമില്ല, പോവാ നോക്ക്. അവന്റെ അച്ഛനായതിന്റെ പേരിൽ ഈ നാണക്കേട് പേര് ജീവിക്കാൻ എനിക്ക് വയ്യ. അതിനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കൊല്ലണം. പക്ഷെ അച്ഛ, എല്ലാവരും മുമ്പിലിട്ട് എങ്ങനെ? അടുത്ത മാസം ഞാനൊരു പന്തയം വയ്ക്കാൻ പോവുകയാണ്. ആ പന്തയം അടുത്ത നാടുവാഴി ആരാണെന്ന് തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയായിരിക്കും. അതിലൂടെ എന്റെ 2 മക്കൾക്കും ആ പന്തയത്തിൽ പങ്കെടുക്കേണ്ടതായി വരും. ഈ സമയം ഞാൻ നിനക്ക് തരാൻ പോകുന്നത് വടക്കുഭാഗത്ത് കാടായിരിക്കും, കുരുതീന് തെക്കുഭാഗത്ത് കാടും. എന്ന് വെച്ചാൽ ആ പ്രേതാത്മക്കൾ അലഞ്ഞു നടക്കുന്ന കാടുവോ? അതെ, പക്ഷെ അവിടെയാണ് നമ്മുടെ ആളുകൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇതേ സമയം അവിടെ എത്തിയ കുരുതിയനെ അവരെല്ലാവരും കൂടി കൊന്നുകളയും. അവിടെ മരണപ്പെട്ട അവനെ കൊന്നത് അവിടെയുള്ള പ്രേതങ്ങളാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ജനങ്ങളെ ഭയപ്പെടുത്തണം. പിന്നീട് ആ കിരീടം നിനക്ക് കിട്ടുകയും കുരുതിയൻ ഈ ലോകം വിട്ടില്ലാതാവുകയും ചെയ്യും. മാത്രമല്ല, കുരുതിയൻ ഒരു പ്രേതാത്മാവാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ അവനെ ഒരു പേടി സ്വപ്നമാക്കണം. അതോടുകൂടി ജനങ്ങൾ അവനെ കുറിച്ച് ചിന്തിക്കാതെ വരും. പിന്നീട് നിനക്കിവിടെ വാഴാം. ശരി അച്ഛ, അച്ഛൻ പറയുന്നത് പോലെ. അല്ല, ഇതെല്ലാം പറയുന്നത് പോലെ നടക്കുവോ? നടക്കും. അവനൊരു വിഡ്ഢിയാണ്. നാം പറയുന്നത് എല്ലാം അവൻ കേൾക്കും. ദേവകി അവളൊരു അപ്സരസ് തന്നെ. നീ എവിടേക്കാണ് പോകുന്നത്? കുളക്കടവ് വരെ. കൊക്കാച്ചി, ഇവിടെ. അപ്പോൾ ഞാൻ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു? തീർച്ചയായും. അതെങ്ങനെ? കോക്കാച്ചി, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നീ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഭക്ഷണം കഴിക്കാൻ നീ തീർച്ചയായും വരുമെന്ന്. കഴിച്ചാലും. ദേവകി, നീ കഴിക്കുന്നില്ലേ? വേണ്ട, നീ കഴിച്ചോളൂ. അത് പറ്റില്ല. എനിക്ക് വേണ്ടി ഒരു വായ. അയ്യോ വേണ്ട. ശാഠ്യക്കാരൻ. കോക്കാച്ചി, എനിക്ക് വേണ്ടി ആമ്പൽ പൊട്ടിച്ചു തരോ? പിന്നെന്താ?
സത്യം പറഞ്ഞ ഇടയ്ക്ക് എനിക്ക് നിന്നോട് കുശുമ്പ് തോന്നാറുണ്ട്. എന്നോട് കുശുമ്പോ? എന്തിന്? നിനക്കൊരു നല്ല അച്ഛനുണ്ട്, സഹോദരനുണ്ട്, ഒരു കുടുംബമുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയതോ എന്റെ നിറത്തെ ചൊല്ലി വെറുക്കുന്ന അച്ഛനെയും അമ്മയെയും സഹോദരനെയും. എന്നാൽ ഇനി മുതൽ ഞാൻ നിനക്ക് അച്ഛനാവാം, അമ്മയാവാം, സഹോദരനാവാം, സഹോദരിയാവാം, എന്തിന് മകൾ വരെ ആവാം. എന്തു പറയുന്നു? സന്തോഷം മാത്രം. पाहता तुला मी वरले प्रिया रे जन्मवाहिल्याने घडले प्रिया रे राजस्वरूप हे गळ्यात माळले कुंकू कोवळे भाळी लावले वादळ झेलते मीच सुवासिनी स्वामी लाभतो असा युगातुनी सप्तपदी चालते नभातुनी मी साजते तुझ्याच लोचनात रे पण जन्मले आधी तुझ्या मनात रे मग भेटले पुन्हा नवी मनाच रे. നമസ്കാരം പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിന് കാരണം എന്റെ മക്കൾക്ക് ഞാൻ നൽകാൻ പോകുന്ന പന്തയത്തെക്കുറിച്ച് പറയാനാണ്. അടുത്ത നാട്ടുവഴി എന്റെ മക്കളിൽ ആരാവും എന്നതിനെ കുറിച്ച്. അതിനാൽ ഞാൻ എന്നിവർക്ക് ഒരു പന്തയം നൽകാൻ പോവുകയാണ്. ആ ഓലയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ എടുക്കുന്ന ഒരു ഓലയിൽ പറയുന്നത് എന്തോ അത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ശരി അച്ഛാ. ശരി അച്ഛാ. ചെന്നാലും രണ്ടുപേരും രണ്ട് ഭാഗങ്ങളിൽ പോയി ആ ഓലകൾ എടുത്താലും. അച്ഛാ, എനിക്ക് വടക്കാണ് കിട്ടിയത്. എനിക്ക് തെക്കാണ് കിട്ടിയത്. അപ്പോൾ വടക്കിന്റെ ചുമതല അവിടെയുള്ള ജനങ്ങളെ നീ സംരക്ഷിക്കണം എന്നുള്ളതാണ്. തെക്കിന്റെ ചുമതല അവിടെ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കലാണ്. രണ്ടു പുത്രന്മാർക്കും ഇന്ന് സന്ധ്യയോടെ തന്നെ മടങ്ങാം. വിജയിച്ചു വരുന്നത് ആരാണോ അവന് നാടുവാഴിയാവാം. നീ എന്താണ് കോക്കാച്ചി പറയുന്നത്? തെക്ക് കാടിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഭയാനതയെ കുറിച്ച് നിനക്ക് അറിയുന്നതല്ലേ? അറിയാം ദേവകി. ഇപ്പൊ എന്റെ മുമ്പിൽ വേറൊരു മാർഗമില്ല. അച്ഛന്റെ മുമ്പിൽ ജയിച്ചൊന്ന് കണ്ടാൽ മതി. എനിക്ക് ഒരിക്കലെങ്കിലും എന്റെ മകനായി ഒന്ന് അംഗീകരിച്ചാൽ മതി. എനിക്ക് ഭയം തോന്നുകയാണ് കോക്കാച്ചി. നീ അവിടെ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഭയപ്പെടാതിരുന്നാലും തീർച്ചയായും ഞാൻ മടങ്ങി വരും നിനക്ക് വേണ്ടി. എന്നിട്ട് എൻ്റെ ഉള്ളിലുള്ളതെല്ലാം നിന്നോട് എനിക്ക് പറയണം. ശരി, എനിക്കും പറയണം. പക്ഷേ ഇത് കയ്യിൽ കെട്ടിയാലും. എന്താണിത്? ഇത് നിന്നെ പ്രേതങ്ങളിൽ നിന്ന് രക്ഷിക്കും. എന്താ? കർണന് സൂര്യദേവനിൽ നിന്നും കിട്ടിയ കവചകുണ്ടലങ്ങൾ പോലെയാണിത്. ഹാ, ഇത് ദേവകിയിൽ നിന്നും കോക്കാച്ചിക്ക് കിട്ടിയ കവചം. സൂക്ഷിച്ചു പോയി വന്നാലും. തീർച്ചയായും. അന്നേ ദിവസം ആ കാട്ടിലെത്തി എനിക്ക് നേരിടേണ്ടി വന്നത് ഒരു കൂട്ടം എൻ്റെ അച്ഛൻ്റെ ആളുകളെയാണ്. അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഒരു കുഴിയിലേക്ക് എന്നെ തള്ളിയിട്ടു. അതിനുശേഷം അവിടെ മണ്ണിട്ട് മൂടി. പന്തയത്തിന്റെ അവസാന ദിനം എന്റെ അനുജൻ തിരിച്ചു വന്നു. പക്ഷെ ഞാൻ മടങ്ങി വന്നില്ല. അച്ഛൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ മരണപ്പെട്ടു. കൊന്നത് ആ കാട്ടിലുള്ള യക്ഷിയാണ്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാതെ ദേവകി എന്നും ആ കാട്ടിൽ വന്ന് എന്നെ അന്വേഷിച്ചു. എനിക്ക് വേണ്ടി അവൾ നിത്യവും കരഞ്ഞു. ഒടുവിൽ ആ കുഴിയുടെ ഭാഗത്തായി എന്റെ കയ്യിൽ അവൾ കെട്ടി തന്ന കവചം അവൾ കണ്ടു. എന്നെ ആരോ കൊലപാതകം ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഈ കോക്കാച്ചിയുടെ പെണ്ണല്ലേ. അവൾ എനിക്ക് വേണ്ടി പൊരുതി. നിങ്ങളെല്ലാം എന്ത് വിഡ്ഢിത്തരമാണ് എന്റെ കോക്കാച്ചിയെ കുറിച്ച് പറഞ്ഞു നടന്നത്? ഈ അസത്തിന് ആരെങ്ങോട്ട് കയറ്റിയത്? ഒന്നില്ലെങ്കിലും അത് നിങ്ങളുടെ മകൻ തന്നെയായിരുന്നില്ലേ? നിറത്തിന്റെ വ്യത്യാസവും പറഞ്ഞ് നിങ്ങൾ എന്തിനവരെ കൊന്നത്? ഞങ്ങളെല്ലാം കീഴ്ജാതിയാണ്, ശരിയായിരിക്കാം. പക്ഷെ അതും പറഞ്ഞ് അവൻ നിങ്ങളുടെ രക്തം തന്നെയായിരുന്നില്ലേ? നിറവ്യത്യാസം കൊണ്ട് നിങ്ങൾ എന്തിനവനെ? ഇതൊന്നും പുറത്ത് പറയരുത്. മിണ്ടാതിരുന്നാൽ നിനക്ക് ജീവിക്കാം. ഇല്ലെങ്കിൽ നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. നിനക്കൊന്നും എന്റെ രോമത്തിൽ തൊടാൻ സാധിക്കില്ല. നോക്കിക്കോ, കോക്കാച്ചിയെ കൊണ്ട് തന്നെ നിന്നെയെല്ലാം ഇല്ലാതാക്കും ഞാൻ.
അന്ന് രാത്രി അവളെ കൊല്ലാൻ എന്റെ അച്ഛന്റെ ആളുകൾ പുറപ്പെട്ടു. പക്ഷെ അതുകൊണ്ടൊന്നും അവൾ ഭയന്നില്ല. അവൾ ഞാൻ മരിച്ച സ്ഥലത്ത് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ ആവാഹിച്ചു. എന്റെ ആത്മാവായി അവൾ തിരികെ വിളിച്ചു. പൂർവാധികം ശക്തിയോടെ ഞാൻ ആ മണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നു, ഒരാത്മാവായി. അവൾ മരണപ്പെടുന്നേക്കാൾ മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യം ഇത് മാത്രമായിരുന്നു: നമ്മൾ ഇരുവരെയും ഒന്നിപ്പിക്കാത്ത നിന്റെ മാതാപിതാക്കളെ നിന്റെ സഹോദരനെയും കൊന്നു കളഞ്ഞേക്കെന്ന്. അന്ന് പൂർണ്ണമായി ഞാനൊരു കോക്കാച്ചിയായി മാറി. എന്റെ മാതാപിതാക്കളെയും സഹോദരനെയും കൊല്ലാൻ ഞാൻ ഇറങ്ങി. പക്ഷെ അവരുടെ രോമത്തിൽ പോലും എനിക്ക് തൊടാൻ സാധിച്ചില്ല. കാരണം അപ്പോഴേക്കും അവരെന്നെ ഒരു ശില്പത്തിലേക്ക് ആവാഹിച്ചു. എന്നിട്ട് ആ ശില്പത്തിൽ ഇന്ന് ആര് വന്ന് എന്റെ നാമം പറയുന്നുവോ അന്ന് എനിക്ക് ഇതിൽ നിന്ന് മോചനം ഉണ്ടാകൂ എന്ന് പറഞ്ഞ് എന്നതിൽ തളച്ചിട്ടു. ബ്രാഹ്മണായിരുന്ന എന്നെ കീഴ്ജാതിയാക്കി. എനിക്ക് ഇറച്ചിയും രക്തവും തന്ന് എന്നെ ഊട്ടി. ശത്രുക്കളെ ഇല്ലാതാക്കാൻ എന്നെ ആവാഹിച്ചു കൊണ്ടേയിരുന്നു. എന്റെ പേരും പറഞ്ഞ ഒരു ഭയാനകമായ ലോകം അവർ സൃഷ്ടിച്ചെടുത്തു. ഇപ്പോൾ ഞാൻ തിരികെ വന്നത് എന്റെ പക വീട്ടാനാണ്. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചും സഹിച്ചും ജീവിച്ചത് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ച് സംഭവിക്കുമെന്ന് കരുതിയിട്ടാ. എന്നെ നിങ്ങൾ തടയരുത്, എനിക്ക് അവരെ ഇല്ലാതാക്കണം. പക്ഷെ കോക്കാച്ചി, അതെല്ലാം പണ്ട് നടന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ അവരൊന്ന് ജീവിച്ചു പോലെ ഇരിക്കുന്നുണ്ടാവില്ല. എന്റെ പക സത്യമാണെങ്കിൽ അവർ പുനർജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ ഒരുത്തന്റെ ശരീരത്തിൽ അഭയം തേടുന്നുവോ അന്ന് എനിക്ക് അവരെ തകർക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരിപ്പോഴും ഈ ലോകത്തുണ്ട്. ഞാൻ അവരെ കണ്ടു. ഇനി എനിക്ക് അവരൊന്ന് കൊന്നാൽ മാത്രം മതി. അതെങ്ങനെ സംഭവിക്കും? ദേവകിയുടെ ജ്യേഷ്ഠനായിരുന്നു ആ അനുഗ്രഹം എനിക്ക് തന്നത്. പക്ഷെ കോക്കാച്ചി, അന്നത്തെ പോലെ അവർ ക്രൂരന്മാരല്ലെങ്കിലോ? ക്രൂരന്മാരെന്നും ക്രൂരന്മാർ തന്നെയായിരിക്കും. അതിനൊരു വ്യത്യാസവുമില്ല. അവർ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ തന്നെയായിരിക്കും ഈ ജന്മത്തിൽ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ അവയവങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം മാഫിയകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെ പിടിക്കാൻ പോലീസ് കഴിവതും ശ്രമിക്കുന്നുണ്ട്. കഴിവതും എല്ലാ കുട്ടികളും സുരക്ഷിതമായി ഇരിക്കാൻ ശ്രമിക്കുക. ഞാനെന്നാ പോയിക്കോട്ടെ. പോയി കൊന്നിട്ട് വാടാ അവരെ. അതെ, ഓൾ ദ ബെസ്റ്റ് കോക്കാച്ചി. പക്ഷെ നിൽക്കൂ, പറഞ്ഞാലും ഈ കാരണം കൊണ്ട് എന്റെ ദേവേട്ടന് വല്ല പ്രശ്നം ഉണ്ടാവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിന്റെ ദേവേട്ടൻ സുരക്ഷിതമായി നാളെ തന്നെ ഇവിടെ എത്തും. അപ്പൊ ഞാൻ ഇറങ്ങുവാണ്. ശരി. പിന്നെ എന്റേതൊരു പറയാതെ പോയ പ്രണയമാണ്. അതുപോലെ തന്നെ നിന്റേതും ഒരു പറയാതെ പോയ പ്രണയമാക്കരുത്. മരയ്ക്ക് ദേവനോട് നിന്റെ ഇഷ്ടം പറഞ്ഞേക്ക്. ആരാടാ നീ? ഞാനോ? ഞാൻ നിന്റെ തന്ത. കോക്കാച്ചി, എന്തായി? ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഇതെനിക്ക് ചെയ്തേ പറ്റൂ. ദേവേട്ട, ഒരു പ്രാവശ്യം നിനക്ക് ഇതെന്നോട് പറയായിരുന്നില്ലേടി പെണ്ണെ? നിനക്കറിയോ എത്ര കാലം ഞാൻ നിന്നെ മനസ്സിലിട്ട് നടന്നു എന്ന്? ദേവേട്ട, നിങ്ങൾക്കപ്പൊ എന്നെ ഐ ലവ് യു. ഐ ലവ് യു ഫക്കിംഗ് സോ മച്ച്. അവര് സെറ്റായി. ഇനി എപ്പോഴാ നമ്മള് സെറ്റാവുന്ന? എന്ത്? വേഗം പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോകും. ഈ എന്തോ ഹരിയാട്ടി പറയുന്നേ? വേഗം പറ, വേഗം പറ. ഐ ലവ് യു. ഐ ലവ് യു ടു. പ്രധാന വാർത്തകൾ. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവയവക്കടത്തൽ നടത്തിയ സംഘത്തെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവരെ പോലീസല്ല, മറിച്ച് മറ്റാരോ ആണ് ക്രൂരമായി കൊന്നിരിക്കുന്നത്. അതാരാണെന്നറിയാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, മരിച്ചവരുടെ ദേഹത്ത് ഉണ്ടായ പേര് കുരുതിയാൻ എന്നായിരുന്നു. കുരുതിയാനെ വേഗം തന്നെ കണ്ടുപിടിക്കുമെന്ന് പോലീസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടുപിടിക്കും.
എടാ തെണ്ടി കോക്കാച്ചി, എന്നൊന്ന് പുറത്തു വിടടാ. സോറി ദേവാ, എനിക്ക് നിന്റെ ശരീരം ഒരുപാട് ഇഷ്ടമായി. മാത്രമല്ല എന്റെ ദേവകിയെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലേ, അതുകൊണ്ട് കുറെ കാലം കൂടി നിന്റെ ശരീരത്തിൽ ഇരിക്കാന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ബൈ. തെണ്ടി. തെണ്ടിയല്ല, കുരുതിയൻ.